യേശു ഈ ഭൂമിയിലേക്ക് വന്നത് കേവലം നമ്മുടെ മുഴ മാറ്റാനോ രോഗസൗഖ്യം തരാനോ വിടുതൽ തരാനോ മാത്രമല്ല പ്രിയപ്പെട്ടവരെ. പ്രധാനമായും യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ പാപത്തെ വിമോചിപ്പിക്കാനാണ്. പല രോഗങ്ങളുടെയും പിറകിൽ പാപമാണ്, പല തകർച്ചയുടെയും പിറകിൽ പാപമാണ്, പാരമ്പര്യ ശാപങ്ങളാണ്. ഈ പാരമ്പര്യ ശാപങ്ങളെ, ഈ പാപത്തെ ചുമന്നൊഴിപ്പാൻ, ഈ പാപത്തെ ഇല്ലാതാക്കുവാൻ ദൈവം തൻ്റെ ഏക മകനെ, ഏകപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. വിമോചനത്തിനായി, പറഞ്ഞ് എൻ്റെ വിമോചനത്തിനായി. ഫ്രീഡം, വിമോചനം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. വിമോചനം. എത്ര പേർക്ക് പാപത്തിൽ നിന്ന് വിമോചനം വേണം? എത്ര പേർക്ക് ശാപത്തിൽ നിന്ന് വിമോചനം വേണം? എത്ര പേർ ആഗ്രഹിക്കുന്നു സാമ്പത്തിക ബന്ധനങ്ങളിൽ നിന്ന് വിമോചനം വേണം, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിമോചനം വേണം, മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് വിമോചനം വേണം? എബ്രായർ 9:22 വേദപുസ്തകം പറയുകയാണ്, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞതിനാൽ നമ്മുടെ ജീവിതത്തിൽ റെമിഷൻ ഉണ്ടായി, റിഡംഷൻ ഉണ്ടായി, നമ്മുടെ ജീവിതത്തിൽ ഡെലിവറൻസ് ഉണ്ടായി. ഇന്നും ഇതിനകത്ത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും യേശുവിൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ രക്തം നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ വിമോചിപ്പിക്കുന്ന രക്തമാണ്. പലർക്കും പലതിൽ നിന്നും പുറത്തു വരാൻ കഴിയാതെ പല ബന്ധനങ്ങളിൽ, പല അഡിക്ഷനുകൾ കിടക്കുന്നെങ്കിൽ, അഡിക്ഷനുകളെ, ആ നുഖങ്ങളെ, ആ ബന്ധനങ്ങളെ യേശുവിന്റെ രക്തം ഉടച്ചു കളയും. എത്ര പേരൊരു വിമോചനം ആഗ്രഹിക്കുന്നു? ഫ്രീഡം, ഫ്രീഡം. യേശുവിന്റെ രക്തത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. പണ്ടാരോ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, യേശുവിന്റെ രക്തം എങ്ങനെ പ്രവർത്തിക്കും? യേശുവിന്റെ രക്തം എങ്ങനെ പ്രവർത്തിക്കും? അത് നിങ്ങളിൽ വിശ്വസിച്ച് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളിലേക്ക് നിങ്ങൾ അത് അപ്ലൈ ചെയ്യണം. നിങ്ങൾ പാപിയാണോ? യേശുവിൻ്റെ രക്തം നിങ്ങളുടെ പാപത്തെ വിമോചിപ്പിക്കും. നിങ്ങൾ ശാപത്തിൻ്റെ കീഴിലാണോ? യേശുവിൻ്റെ രക്തം നിങ്ങളുടെ ശാപത്തെ പൊട്ടിച്ചു കളയും. പക്ഷെ അത് അപ്ലൈ ചെയ്യണം. താനെ എന്ന് പറയുന്ന സ്ഥലത്ത്, ബോംബെയിൽ പ്രസിദ്ധമായ ഒരു സോപ്പ് കമ്പനിയുടെ മുമ്പിൽ കുളിക്കാതെ നനയ്ക്കാതെ ഒരു മനുഷ്യരിന്ന് ഭിക്ഷ യാചിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലൂടെ 10 കണക്കിന്, ലോറിക്കണക്കിന് സോപ്പുകളാണ് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ബാത്റൂമിൽ സോപ്പ് ഇരിപ്പുണ്ടെന്ന് കരുതി ഒരിക്കലും ശരീരത്തിൻ്റെ അഴുക്കും ദുർഗന്ധവും പോകത്തില്ല. ആ സോപ്പ് നിങ്ങൾ വ്യക്തിപരമായി എടുത്ത് നിങ്ങളുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ദുർഗന്ധവും അഴുക്കും പോകുന്നത്. യേശുവിൻ്റെ രക്തം ഇന്നും സംസാരിക്കുന്നു, യേശുവിൻ്റെ രക്തം ഇന്നും പ്രവർത്തിക്കുന്നു. നിന്റെ പാപം വിമോചിക്കപ്പെടണമെങ്കിൽ, നിന്റെ ശാപങ്ങൾ മാറണമെങ്കിൽ ആ രക്തം നീ വ്യക്തിപരമായി സ്വീകരിച്ച് അത് നിങ്ങളിൽ അപ്ലൈ ചെയ്യണം.